കുട്ടിയെഴുത്തുകാരി തപസ്യയുടെ പുതിയ പുസ്തകമായ ഓലപ്പമ്പരം പ്രകാശിതമായി. ഗുരുവായൂർ ഗോകുലം സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയും ബ്രഹ്മകുളം നീതായനത്തിൽ സുനീഷ് നീതു ദമ്പതികളുടെ മകളായ തപസ്യ എഴുതിയ മലയാളം കവിതകളുടെ സമാഹാരത്തിന്റെ പ്രകാശനമാണ് നടന്നത്. 6 വയസ്സിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും കവിതാ സമാഹാരങ്ങൾ പുറത്തിറക്കി വേൾഡ് റെക്കോർഡിനർഹയായ തപസ്യയുടെ കുഞ്ഞു മനസ്സിൽ വിരിഞ്ഞ ഭാവനകളാണ് മനോഹരങ്ങളായ കവിതകളായി പിറവിയെടുത്തത്. കവി ആലങ്കോട് ലീലാകൃഷ്ണന്റെ അവതാരികയും ബാലസാഹിത്യകാരൻ ശ്രീജിത്ത് മൂത്തേടത്തിന്റെ ആസ്വാദനക്കുറിപ്പുമായി തയ്യാറാക്കിയ ഓലപ്പമ്പരത്തിന്റെ പ്രകാശന കർമ്മം കേരള സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നടന്ന ചടങ്ങിൽ ചിത്രകാരനായ ആർട്ടിസ്റ്റ് നന്ദൻ പിള്ള നിർവഹിച്ചു. എഴുത്തുകാരി സുനിത സുകുമാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചലച്ചിത്ര താരം സന ബാപ്പു മുഖ്യാതിഥിയായി. കവി ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് പുസ്തക പരിചയം നടത്തി. എഴുത്തുകാരായ CK ധന്യ, അഡ്വക്കേറ്റ് ഹരിദാസ്, ഡോക്ടർ വിദ്യാധരൻ കളരിക്കൽ, അഡ്വക്കേറ്റ് KM ഷാജി, രമിത കാട്ടകാമ്പാൽ എന്നിവർ സംസാരിച്ചു. തപസ്യ മറുപടി പ്രസംഗം നടത്തി. ഗോകുലം സ്കൂളിൽ ഈ വർഷം 4ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന ആമി എന്ന് വിളിക്കുന്ന തപസ്യയുടെ ആദ്യ 2 പുസ്തകങ്ങൾ 2 വർഷം മുൻപ് പ്രകാശനം ചെയ്തിരുന്നു. വർണ്ണജാലകം എന്ന പേരിൽ മലയാളത്തിലും മൈ മാജിക് പെൻസിൽ എന്ന പേരിൽ ഇംഗ്ലീഷിലുമായിരുന്നു എഴുത്തിന്റെ ലോകത്തേക്കുള്ള ആമിയുടെ വരവറിയിച്ച കൃതികൾ. ചെറിയ പ്രായത്തിൽ തന്നെ 2 ഭാഷകളിൽ പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചതിന് വേൾഡ് റെക്കോർഡിന് അർഹയാവുകയും ചെയ്തിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കി. പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്നവയാണ് ആമിയുടെ കവിതകൾ. കിളികളും പൂക്കളും മരങ്ങളും ചിത്രശലഭവും പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് വഴിയുണ്ടാകുന്ന ദുരന്തങ്ങളും ആമിയുടെ ഭാവനയിൽ നിന്ന് കവിതയായി പെയ്തിറങ്ങിയിട്ടുണ്ട്.